രണ്ട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയർമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയെങ്കിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു CBI അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ടോ, അതിന്റെ ആവശ്യകതയുണ്ടോ? രണ്ടാമതായി ഒന്ന്, ഇന്ന് പാലത്തായി പീഡന കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ച അട്ടിമറിച്ചൊരു കേസ് വീണ്ടും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ദുർബലമായ JJ വകുപ്പാണ് ഇതിൽ ചുമത്തിയിരുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന ആരോപണവും ശക്തമാണ്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കഴിഞ്ഞല്ലോ അല്ലേ? അല്ല, നിങ്ങൾക്ക് കഴിഞ്ഞു, മറ്റുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയൊന്നും ചോദിക്കാനില്ലല്ലോ. അതെ അതെ, അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിനെടുക്കാം. ആദ്യത്തെ ചോദ്യം, ശിവശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടങ്ങിയ സമിതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വകുപ്പ് തല അന്വേഷണം തുടരും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ അത് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഈ നിയമനത്തിൽ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ നിയമനം നൽകിയ കാര്യത്തിൽ ഈ ശിവശങ്കറിന്റെ പങ്കുണ്ടോ? എന്താണ് ഈ സമിതിയുടെ ഒരു വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം? ഈ ഓൾ ഇന്ത്യ സർവീസിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വന്നത്. അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം പറയാം. ചീഫ് സെക്രട്ടറിയുടെ സമിതിയോട് അങ്ങ് ഈ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ലഭിച്ച നിയമനം, അതിൽ വ്യാജരേഖ ചമച്ച് നിയമനം നേടിയോ എന്നത് ഉൾപ്പെടെയുള്ളത് അന്വേഷിക്കാനാണല്ലോ ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ ഒരു വ്യാജരേഖ ചമച്ചതായി ചീഫ് സെക്രട്ടറി കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ കൂടുതൽ തുടർ അന്വേഷണം, പോലീസിന്റെ ഉൾപ്പെടെയുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമോ? വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ അന്വേഷണമുണ്ട്. അത് വ്യാജരേഖയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ്, ആ കാര്യത്തിൽ ഇപ്പം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണമാണ്. അത് ബന്ധപ്പെട്ട സ്ഥാപനം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് അക്കാര്യത്തിലല്ല, ഇത് സർവീസ് സംബന്ധമായ കാര്യങ്ങളിലാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഒന്ന് ചോദിക്കാം. ഇപ്പം CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നത് സംസ്ഥാന പോലീസ് തന്നെ അന്വേഷണം ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുന്നു. ഒന്ന് പറയട്ടെ. ഇതിൽ കാണേണ്ടത്, ഇതിൽ അന്വേഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് തോന്നുന്നു അത് തീവ്രവാദ പ്രോത്സാഹനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും. ഇത് രണ്ടും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസി തന്നെയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസിനൊന്നും ചെയ്യാനില്ല. സംസ്ഥാന പോലീസല്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത്. സംസ്ഥാന പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചേരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് പിന്നീട് ആരോപണം വന്നിട്ടുണ്ട്. അത് പരാതിയായി വന്നു. ആ പരാതിയെക്കുറിച്ചാണ് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം കൃത്യമായി സംസ്ഥാന പോലീസ് നടത്തും. അത് അന്വേഷിക്കുന്നതിന് CBIയുടെ ആവശ്യമൊന്നുമില്ല. മറ്റത് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന്. അവർ ഫലപ്രദമായി NIA അടക്കം തീരുമാനിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഒരു കാര്യം, ഇപ്പോൾ ഇതോടൊപ്പം തന്നെ വിവാദമായ ഒരാളാണ് അരുൺ ബാലേന്ദ്രൻ എന്ന് പറയുന്നത്. CMന്റെ IT ഫെലോ എന്നാണ് അദ്ദേഹം ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് പോകുന്നത്. അദ്ദേഹത്തെ ഇപ്പം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ നിയമിച്ചത് CM അറിഞ്ഞിട്ടാണോ, അദ്ദേഹത്തെ അറിയാമോ, ഇദ്ദേഹത്തിനെ മാറ്റിയത് ആരാണ്? സർക്കാർ ഉത്തരവോടുകൂടിയാണോ മാറ്റിയത്? ഒന്ന് വിശദീകരിക്കാമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വരട്ടെ.
ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്, പങ്കുണ്ട്, അത് മുഴുവൻ പുറത്ത് വന്നോട്ടെ. നമ്മളെന്തിനാണ് ധൃതി കൂട്ടുന്നത്? വരട്ടെ കാര്യങ്ങൾ പുറത്ത്. അല്ല, അദ്ദേഹത്തിന് ഇങ്ങനൊരു CM-ന്റെ IT ഫെലോ എന്ന് പറയുന്നൊരു പോസ്റ്റ് നിയമിച്ചത് CM അറിഞ്ഞിട്ടാണോ? ഏതായാലും ഇപ്പോൾ IT ഫെലോ ഇല്ലല്ലോ. IT ഫെലോ എല്ലാവരും ഇപ്പോൾ അത് നിലവിലില്ലല്ലോ. പക്ഷേ 4 വർഷം ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് ഇവിടെ നടന്ന പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ മുഖ്യ സംഘാടകരായിട്ട് നടന്നു. 4 വർഷം ഉണ്ടാകണമെങ്കിൽ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ തുടങ്ങണം. നമ്മുടെ IT രംഗത്ത് ഇത്തരം കാര്യങ്ങൾ വരുന്നത് തന്നെ ചില വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. ചില നിർദ്ദേശങ്ങളുടെ ഭാഗമായി IT വികസനത്തിൻ്റെ കാര്യമായി ചില നിർദ്ദേശങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ച നടപടികളായിരുന്നു. അന്നൊന്നും IT ഫെലോ ഇല്ല. അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം അഡ്വൈസറി കമ്മിറ്റി ആയിട്ടിരിക്കുകയാണ്, അംഗമായിട്ടിരിക്കുകയാണ്. ആ കമ്മിറ്റിയിൽ ഈ ഷിബുലാലിനെ പോലെയും ഒക്കെ ഉള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ കൂടാണ് ഇദ്ദേഹം ഈ തട്ടിപ്പുകാരനായിട്ടുള്ള ആളും ഇരിക്കുന്നത് എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലേ, അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വരുന്ന മുറക്ക് നമുക്ക് ഓരോ നടപടിയും സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളൊന്നും നിലവിലില്ല. പാലത്തായി കേസ് 2 വട്ടം ചോദിച്ചിരുന്നു. പ്രതികരണം പാലത്തായി കേസിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതാണ് ഉള്ള സംഭവം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല. അത്തരത്തിൽ നിരവധി പ്രൊഫഷണൽസ് എന്ന പേരിൽ പല ആളുകളും IT ഉൾപ്പെടെ പല വകുപ്പുകളിലുമുണ്ട്. സർക്കാരിന് പുറത്തുള്ള, സർക്കാർ ജീവനക്കാരല്ല, പുറത്തുള്ള നിയമനങ്ങളാണ്. അത് ചിലരുടെ താല്പര്യപ്രകാരം കൊണ്ടുവച്ചതാണെന്ന ആരോപണമാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ മൊത്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിസിറ്റിംഗ് കാർഡ് അടക്കം ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു, അരുൺ ബാലേന്ദ്രൻ. അത്തരം ആളുകൾ പ്രൊഫഷണൽസ് എന്ന പേരിൽ സർക്കാരിനൊപ്പം കൂടിയിട്ടുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു അവർ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽസ് ആണോ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകാരാണോ എന്ന് പരിശോധിക്കാൻ നടപടി ഉണ്ടാകും. തീർച്ചയായും IT മേഖലയിലെ ഈ ഒരു നിയമനം സംബന്ധിച്ച് അന്വേഷിക്കാനാണല്ലോ ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവരാ ചുമതല നിർവഹിച്ചപ്പോൾ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ് ആ റിപ്പോർട്ടിലുള്ള കാര്യം. അതായത് പറഞ്ഞ എല്ലാം നോക്കി വിശദമായിട്ട് പറയുക എന്നുള്ളത്. അതിൽ പറഞ്ഞ കാര്യം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് IT മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ക്രമത്തിലാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ആ പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും. അത് പ്രത്യേകമായിട്ട് തന്നെ അന്വേഷിക്കും. CM ഈ അരുൺ ബാലചന്ദ്രന്റെ നിയമനത്തിൽ CM ഈ കാര്യം CM-നെ അറിയിച്ചുകൊണ്ടാണോ അതുപോലെ IT സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ആളുകളെ നിയമിക്കുമ്പോഴും മറ്റും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത കുറവ് ഉണ്ടായതായിട്ട് സർക്കാരിന് വിലയിരുത്തലുണ്ടോ? IT ഫെലോസിനെ എടുത്തത് IT രംഗത്തുള്ള വിദഗ്ധർ കൂടി ചേർന്നുകൊണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇനി പരിശോധിച്ചേ പറയാൻ പറ്റൂ. അത് വിദഗ്ധർ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല വിദഗ്ധരും അതിനകത്തുണ്ട്. സാധാരണ രംഗത്ത് ഈ രംഗത്തുള്ള പ്രമുഖരായ വിദഗ്ധർ. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് ഇനി നമ്മളതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുള്ളൂ. സംശയിക്കുന്ന ഒരു കേസ് കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, NIA. ആ കേസിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ നൽകിയ മൊഴിയിൽ ആരോപണ വിധേയനായ അറ്റാഷെ UAE ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തിരുവനന്തപുരം